അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ നവാബിഷമായിട്ട് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി കാണുന്ന പോലെ തന്നെ കഴിക്കാനും പൊളി ടേസ്റ്റാണ്. അത് മാത്രമല്ല 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സേമിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് റോസ്റ്റഡ് സേമിയാണ്. ഇത് 250 ഗ്രാമാണ് വരുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സേമി എടുക്കുമ്പം ഇതുപോലെയുള്ള നേര് സേമി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സാധാ സേമിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സേമി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി തുടങ്ങിയാൽ കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ നന്നായി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസും സേമിയവും ബട്ടറും എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ സേമിയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഞ്ഞു കുഞ്ഞു പാൽപ്പൊടിയുടെ പീസൊക്കെ ഉണ്ട്. അത് നമുക്കിത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഒത്തിരി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. നമ്മൾ ഇങ്ങനെ തന്നെ വെറുതെ എടുത്ത് കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 പാക്കറ്റ് പാലാണ്. അതുപോലെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളി ഏലക്ക പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. ഇതൊരു ക്രീമി ടെക്സ്ചറിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കും, അതുകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് നട്ട്സ് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ പാൽപ്പൊടിയുടെ കുഞ്ഞു പീസൊക്കെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ നവാബി ഷമായി ഒന്ന് സെറ്റ് ചെയ്തെടുത്താലോ? ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് ബൗളാണ് കേട്ടോ. ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് ലെയറായിട്ട് 3 ബൗളിലോട്ട് നമുക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പ്രസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പൂണാണെങ്കിൽ എന്ത് വെച്ചാണെങ്കിലും നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ക്രീം ഒഴിക്കുന്ന ടൈമിൽ ആ ക്രീം ഇതിൻ്റെ താഴോട്ടേക്ക് പോകും കേട്ടോ. അങ്ങനെ താഴോട്ടേക്ക് പോവാണ്ട് ക്രീം ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് കിട്ടണം. പിന്നെ നമ്മൾ ക്രീം ഒഴിക്കുന്ന ടൈമിൽ ആ സേമിയ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ കേട്ടോ. ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സേമിയം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്രീം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സേമിയം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ ഇതുപോലെ ആ മുകൾ ഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഒരു ബൗളിൽ 1 ലെയറും മറ്റ് 2 2 ലെയറും ആയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ 2 ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസിൻസും കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നവാബി ഷമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, അല്ല നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.